ചാവ ഡയറക്ടഡ് ബൈ ലക്ഷ്മൺ. ഈ ഒരു സിനിമ എങ്ങനെയാണ് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ അതിഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അങ്ങനത്തെ ഒരു പടം. ഈ സിനിമ ഇങ്ങനെ ക്ലിക്കാവാന്, അതായത് ഇത്ര അധികം നന്നാവാന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് തെറ്റി മ്യൂസിക്കും, പിന്നെ വിക്കി കൗശലും. മ്യൂസിക് ഞാൻ വരാം, മ്യൂസിക് ചെയ്ത എ ആർ റഹ്മാനാണ്, അത് ഞാൻ വരാം. വിക്കി കൗശൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും നടന്നിട്ടുള്ള സംഭവങ്ങളും ഒരു ബുക്ക് അഡാപ്റ്റേഷനും കൂടി ആയിട്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ഈ ബുക്കിൽ നമ്മളത് എഴുതുമ്പോൾ പൂർണ്ണമായിട്ട് ശരിക്കുള്ളത് അവർ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അതാണ് ഹിസ്റ്ററിന്റെ ഒരു കിടപ്പുവശം, അങ്ങനെയാണ്. പക്ഷെ നമ്മൾ കേട്ടിടത്തോളം ഇത് ശരിക്ക് നടന്ന സംഭവത്തിനെ ആസ്പദമാക്കിയിട്ട് വന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പൊ ഇത് ഛത്രപതി സംഭാജി മഹാരാജ്, അതാണ് ക്യാരക്ടർ. അത് മറാത്തയിലുണ്ടെങ്കിൽ ശിവാജി രാജാവ് ഉണ്ടല്ലോ, മൂപ്പരാളെ മൂത്ത മോൻ, അതായത് മറാത്തിന്റെ ദി സെക്കൻഡ് റൂളർ, മൂപ്പരാളെ കഥയാണ് ഈ സിനിമയിൽ പറഞ്ഞത്. ശിവാജി ആയിട്ട് ഇത് വിക്കി കൗശൽ വരുന്നില്ല. എനിക്ക് തോന്നുന്നത് ശിവാജി ആയിട്ട് ഒരു സിനിമ യാഷി ചെയ്യുന്നുണ്ട്. അതിൽ ശിവാജി, അപ്പൊ ചിലപ്പോൾ അതുണ്ടാവും ആ കഥ ഇതിൽ കാണിക്കാൻ. ഇതിൽ ചെറുതായിട്ട് പറഞ്ഞു പോകുന്നു ശിവാജി ആരാണ് എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞത് അതല്ല. ഇതിൽ ഈ സിനിമയിൽ ഒരു ഗംഭീര വിക്കി കൗശലിന്റെ ഇൻട്രോ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പോയിലർ ഒന്നല്ല, ഒരു കുതിരപ്പുറത്തുള്ള ഒരു വാറിന്റെ ഇടയിലേക്കുള്ള ഒരു ഇൻട്രോ ആണ് വിക്കി കൗശലിന്റെ. അതില് വിക്കി കൗശൽ വലിയൊരു ആർമിനായിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് ഇവിടുന്ന് കുതിരനായിട്ട് ഇങ്ങനെ ചാടിയിട്ട് ശത്രുക്കളെ മുന്നിൽ പോയിട്ട് നിർത്താണ്ട്. അപ്പൊ ഒരു സാധനത്തിന് മേലെ കൂടെ ചാടി, കുതിരയും വിക്കി കൗശലും കൂടെ ചാടി. ബാക്കിൽ ഉണ്ടായിരുന്ന ആർമി അവിടെ ബ്ലോക്കായി. അപ്പൊ ഈ ശത്രുക്കളുടെ മുന്നിലേക്ക് ചാടിയപ്പോൾ വിക്കി കൗശൽ മാത്രമേ ഉള്ളൂ. ഇവർ ആർമിയൊക്കെ കണ്ട് കിടക്കാൻ പറ്റില്ല. സിനിമ ആണെന്ന് മനസ്സിലാവും. അവിടെ ഇങ്ങനെ വിക്കി കൗശൽ ഒരു ഇരുത്തണ്ടോ കുതിരപ്പുറത്ത്. പിന്നെ അതേപോലെ ഇതിന്റെ കുറെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ മറ്റേ ഈ ഒരു ഫൈറ്റിന്റെ ഒരു വാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറെ ആൾക്കാരെ പുതിച്ചോണ്ട് ഒരു വിക്കി കൗശലിന്റെ ഒരു മുട്ടക്കണ്ട പരത്തിട്ടിട്ട് അങ്ങനെ ഒരു നിർത്തണ്ട്. ശരിക്കൊരു സിംഹം അതന്നെ. വിക്കി കൗശൽ ഇത് സിംഹമായിട്ട് അഭിനയിച്ച് നമുക്ക് ആണെന്നുണ്ടെങ്കിൽ പറയാം. അമ്മ അതിര് പെർഫോമൻസ് പറയുമ്പോൾ ഈ പറഞ്ഞ ഭയങ്കര ബോഡി ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫിറ്റ് ആണ്, ഭയങ്കര ഷേപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ് വിക്കി കൗശൽ എന്ന് പറഞ്ഞത്. പക്ഷെ ഈ പറഞ്ഞ ഒരു ഹൃത്തിക് റോഷനോ ജോൺ അബ്രാമിനോ അങ്ങനത്തെ ഒരു ബോഡിയോ കാര്യങ്ങളോ ഒന്നും മൂപ്പരാൾക്കില്ല. എന്നിട്ടും അതിലിങ്ങനെ പിടിച്ചിങ്ങനെ ചെയിനിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോൾ ശരിക്കും ഒരു കാണ്ടാമൃഗത്തിനെ പിടിച്ച് കെട്ടിട്ടൊരു ഫീൽ. അതാണ് ഇതിൽ വിക്കി കൗശൽ ചെയ്ത് വെച്ചിട്ടുള്ള റോള്. ഇമാതിരി ഒരു പെർഫെക്റ്റ് ആക്ടിങ്. ഓ എന്റെ പൊന്നോ, അവർ ഭയങ്കര അണ്ടർ റേറ്റഡ് ആക്ടറാണ് വിക്കി കൗശൽ എന്ന് പറഞ്ഞത്. പിന്നെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ തുടങ്ങുന്നത് അജയ് ദേവ്ഗണിന്റെ വോയിസ് ഓവറിൽ ഒരു ആനിമേഷൻ വഴി ഒരു സ്റ്റോറി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആ സ്റ്റോറി പറയുമ്പോൾ തന്നെ നമ്മൾ രോമണീച്ചിട്ടു. സത്യം. ഒന്നാമത് അജയ് ദേവ്ഗണിന്റെ സൗണ്ടാണ്. അജയ് ദേവ്ഗണിന്റെ സൗണ്ടിൽ ആ സ്റ്റോറി കേൾക്കുന്ന സമയത്ത് കിട്ടിയൊരു ഫീൽ ഉണ്ട്. അതോടുകൂടി സിനിമ തുടങ്ങുന്ന മുന്നേ തന്നെ സിനിമയുടെ ഉള്ളിലേക്ക് കയറി എന്നുള്ളൊരു ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് സിനിമ അങ്ങോട്ട് പിന്നെ അങ്ങോട്ടൊരു പോക്കാണ്. അതിൽ ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ലാഗ് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്താ അവസ്ഥ? കുറെ ആൾക്കാർ ലാഗ് ഉണ്ട്, ഒരു സ്ലോ പേസ് ആണെന്നൊക്കെ പറയുന്നത് കേട്ട് എനിക്ക് ഒരു പുല്ലും തോന്നിയിട്ടില്ല. ഇത് പിന്നെ ഹിസ്റ്ററിയാണ്, ഒരു ക്ലാസിക് മൂവിയാണ്. അതിൽ ഈ വാറൊക്കെ വരുന്ന സമയത്ത് അതിൽ ഈ ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുന്ന സമയത്ത് സിനിമാറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ട്, പറന്നു വരല്, വെള്ളത്തിന്റെ അടിയിൽ പൊന്തി വരലൊക്കെ ഉണ്ട്. പക്ഷെ തീരെ കൃത്യല്ല. നമ്മളൊരു സമയം പോലും തോന്നില്ല അയ്യെന്ന് നമ്മൾ പറയില്ല. ഇത് ഒരൊറ്റ ആക്ഷൻ സീക്വൻസ്, ഒരൊറ്റ ഫൈറ്റ് പോലും നമ്മളത് പറയില്ല. പിന്നെ ഈ പറഞ്ഞ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് മീറ്റർ 50 മില്യൺ പറഞ്ഞ സീൻ ഉണ്ട്. ഞാൻ ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് ശറ്റാ മോനെ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ സിനിമനെ പറ്റി പറയാം. സിനിമ അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു പോക്കാണ് അവസാനം വരെ. വല്ലാത്തൊരു പടം. ഒരു ഇത് കിട്ടിയ ഫീൽ എന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പടം. എന്തൊരു പടം. എന്നിട്ട് ഇതില് എ ആർ റഹ്മാൻ ഇതിനെ അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട്. എ ആർ റഹ്മാന്റെ മ്യൂസിക് പൊതുവേ പടം പൊട്ടിക്കഴിഞ്ഞാൽ എ ആർ റഹ്മാന്റെ പണി വൃത്തിയായിട്ട് ചെയ്യും. ചിലപ്പോൾ എ ആർ റഹ്മാൻ ചെയ്ത പല സിനിമകൾ, ഒന്നാമത് എ ആർ റഹ്മാൻ ചെയ്ത മ്യൂസിക് എന്നൊക്കെ പറയുന്ന സമയത്ത് പടം പൊതുവേ ക്ലിക്ക് ആവലുണ്ട്. അത് നല്ലൊരു സിനിമയും കൂടി നോക്കിയിട്ടാണ് മൂപ്പരുടെ മ്യൂസിക് ചെയ്യല്. ഈവൻ ഇനിയിപ്പോൾ ഏതെങ്കിലും പടം പൊട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ സിനിമയുടെ മ്യൂസിക് നമ്മളെ മനസ്സിരിക്കും. ഈ ചാവ സിനിമകളുടെ മ്യൂസിക് നിങ്ങൾ കേൾക്കണം. ഇതിന്റെ അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് ഒരു സിനിമയും തരാൻ പറ്റാത്ത ഒരു ഫീല്, ഈ ഒരു സിനിമക്കും തരാൻ പറ്റാത്ത ഒരു എന്താ പറയാ, എന്തൊക്കെയോ ഒരു സിനിമ എനിക്ക് എന്താ സിനിമ കഴിയുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് അല്ല വരിക. സിനിമ കഴിക്കുന്ന സമയത്ത് ഗൂസ് ബംസ് ഇഷ്ടം പോലെ ഉണ്ടാവും, നിറച്ച് വെച്ചിട്ടാണ്. ആ ഡയലോഗ് അടക്കം നിങ്ങൾ കേൾക്കണം. അതൊക്കെ റൈറ്റിംഗ് അറ്റ് ഇറ്റ് സ്പീക്ക്. ഇത് എഴുത്തുന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ലോ എന്താ പേര് എഴുതിയ പെണ്ണുണ്ട് തന്നെയാണ് എഴുതിയ. അമ്മാതിരി റൈറ്റിങ് എന്താണോ അത് നാടകമാണെന്നുള്ള ഒരു ഫീലേ വരില്ല. കാരണം ഇങ്ങനത്തെ ഹിസ്റ്ററി മൂവി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാമാക്കൊക്കെ കണ്ടിട്ടില്ല, അതേപോലെ ഒന്നല്ല. ഞങ്ങൾ ഇത് ഈ മറ്റേ വെള്ളത്തിന്റെ അടിയിൽ വിക്കി കൗശൽ നീച്ചിന് 50 മില്യൺ മുട്ടെന്ന് പറയുമ്പോൾ മറ്റേ മാമാങ്കത്തിന് മമ്മൂട്ടി ഒരു ചവിട്ടിട്ട് ഇങ്ങനെ പൊന്തി പോയാൽ അങ്ങനൊന്നല്ല. അങ്ങനെ പിന്നെ അതിന്റെ അപ്പുറത്തോടെ പറക്ക അങ്ങനത്തെ സിനിമാറ്റിക് സാധനങ്ങളല്ല, മനസ്സിലായില്ല. പക്ഷെ ഇതിന് അവരുടെ സിനിമാറ്റിക് ആക്ഷൻ സീക്വൻസ് എന്ന് പറയുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. ഞാന് 200% സാറ്റിസ്ഫൈഡ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ ഇതില് അക്ഷയ് ഖന്ന എന്ന് പറഞ്ഞ ആക്ടർ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. മൂപ്പരാള് ആണ് ഇതിന്റെ വില്ലന്.
മൂപ്പരാള് വില്ലന്റെ ക്യാരക്ടർ അധികം സംസാരിക്കാനൊന്നുമില്ല, പക്ഷെ മൂപ്പരാളുടെ സ്വാഗ് കാണണം. അതിൽ ആകെ എനിക്കൊരു ചെറിയൊരു പോരായ്മ തോന്നിയത് അക്ഷയ് ഖന്നക്ക് കൊടുത്തിട്ടുള്ള മേക്കപ്പ് ഒരു പൊട്ടിക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയോ എന്നൊരു, കാരണം ആ വയസ്സായ ഇതിക്ക് വന്നപ്പോ ഈ വയസ്സായ മേക്കപ്പ് നമ്മൾ സ്കിന്നിൽ ചുളിവൊക്കെ വരുത്തല്ലോ, സ്കിന്നിൽ ഇങ്ങനെ വിട്ട് നിൽക്കണ പോലത്തെ ഒരു ഫീല്, എന്തോ ഒരു ക്ലോസപ്പ് ഷോട്ട് വരുമ്പോഴാണ് പ്രശ്നം, ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് നിൽക്കണ പോലെ. അധികം ക്ലോസപ്പ് ഷോട്ട്, കുറെ ക്ലോസപ്പ് ഷോട്ട് ഉണ്ട് അക്ഷയ് ഖന്നക്ക്, കുറെ ക്ലോസപ്പ് ഷോട്ട് ഉണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഇതിങ്ങനെ കുറച്ച് സ്കിന്നിൽ ഇങ്ങനെ ഇങ്ങോട്ട് വിട്ട് നിൽക്കുന്ന എന്തൊരു സാധനം മുഖത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന ചെറിയൊരു ഫീല് അക്ഷയ് ഖന്നെ കൊടുത്തിട്ടുള്ള മേക്കപ്പിന്റെ സമയത്ത് വന്ന്. പിന്നെ ഇതിലുള്ള രശ്മിക, അങ്ങനെ അവസാനം രശ്മിക എന്ന് പറയുമ്പോൾ രശ്മിക ഇതിൽ വിക്കി കൗശലിന്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത്. കിടിലം പെർഫോമൻസ്. ഞാനിത് എന്റെ ജീവിതത്തിൽ ഞാനത് ഒരിക്കലും പറഞ്ഞു വിചാരിച്ചില്ല, രശ്മിക മന്ദന ഒരു കിടിലം പെർഫോമൻസ് എന്ന് ഞാൻ പറയുന്നു. സത്യം പറയാം, വെറുപ്പിക്കൽ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിലില്ല. പ്രത്യേകിച്ച് ഈ രശ്മിക ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതിന് അഭിനയക്കാരായ നടിയാണെന്നുള്ളതിന് ഒരു അഭിപ്രായം എനിക്കില്ല. എനിക്ക് ഇതിന് മുന്നേ ഉണ്ടായില്ല, പക്ഷെ മുപ്പത്തിയേഴ് എടുത്ത കഥാപാത്രങ്ങൾ വെറുപ്പിക്കാനായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു. അപ്പൊ പറ രശ്മിക പിന്നെ എന്ത്, രശ്മിക അങ്ങനത്തെ കഥാപാത്രങ്ങൾ എടുക്കരുത്, രശ്മിക ചെയ്യണം അതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യണം, വേറെ വഴിയില്ല. അങ്ങനൊക്കെ തന്നെയല്ലേ വെറുപ്പിക്കാത്തൊരു നടീന്ന് നമ്മൾ പറയല്, എങ്ങനെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അവർ ചെയ്യുമ്പോഴല്ലേ. അപ്പൊ ഇതില് രശ്മിക ഇതിൽ ഈ ഒരു ചില ക്ലോസപ്പ് ഷോട്ടിൽ ഈ ടെൻഷനും സങ്കടവും പേടിയും ഒക്കെ കൂടെ വന്നിട്ടുള്ള ഒരു ചെറുതായിട്ടുള്ള ഒരു കരച്ചിൽ നെഞ്ഞത്തടിച്ച് മറ്റേ ചീർന്ന പരിപാടി ഒന്നുമില്ല. അതായത് വിക്കി കൗശലിന്റെ ആ ഒരു ആണത്തത്തിന് പറ്റിയ ഭാര്യയാണ് രശ്മിക ഇതിലുള്ളത്. മനസ്സിലായി, ഒരു ക്രിഞ്ച് ഡയലോഗ് ഒന്നുമില്ല. അപ്പൊ ഈ ടെൻഷനും പേടിയും സങ്കടം ഒക്കെ കൂടെ വരുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ വേഗം ചീറൂല, പ്രത്യേകിച്ച് പണ്ട്. അപ്പോ ഈ അങ്ങനത്തെ ഒരു ആക്ടിങ് രശ്മികന്റെ ഒരു ക്ലോസപ്പ് ഷോട്ടിന് രശ്മികന്റെ ഒരു ആക്ടിങ് ഉണ്ടായി, ഒരു പ്രത്യേകതര ഒരു ആക്ടിങ്. അപ്പൊ തന്നെ നമുക്ക് ഒരു ഫീല് കിട്ടണ ഒരു രീതിയിലുള്ള ഒരു ആക്ടിങ്. എനിക്ക് പക്ഷേ പിന്നെ ഒട്ടന്നതാണ് എനിക്ക് വൺ മാൻ ഷോ അത് പോട്ടെ. പിന്നെ ഈ അക്ഷയ് ഖന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡയലോഗ് ഉള്ളൂ, സ്ക്രീൻ ടൈം അത്യാവശ്യമുണ്ട്. പക്ഷെ അങ്ങനെ വിക്കി കൗശലിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ വിക്കി കൗശലിനാവുമല്ലോ സ്ക്രീൻ ടൈം, പക്ഷെ അതിന്റെ പകുതി ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്ഷയ് ഖന്ന പക്ഷെ ആ സമയം മതി ആൾക്ക്, പക്ഷെ ആ ക്യാരക്ടറിന് അത് മതിയിരുന്നു, ആ ക്യാരക്ടറിന് ധാരാളമാണ്. അപ്പൊ അതില് ഈ അക്ഷയ് ഖന്നന്റെ ഒരു നടത്തവും ഒരു ആക്ടിങ് ഒക്കെ ഉണ്ട്, അതൊരു മുഖം ഇങ്ങനെ അത് എന്താ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്തറിഞ്ഞാലും മുഖത്ത് ടെൻഷൻ കാണൂല, പക്ഷെ ക്ലൈമാക്സിൽ ഒരു സാധനം ഉണ്ട് പോട്ടെ, അപ്പൊ മുഖത്ത് ടെൻഷൻ കാണൂല, ഒന്നും കാണൂല. ഇങ്ങനെ ചിലപ്പോൾ കണ്ണുണ്ടാവും സംഭവം കാണിക്കുന്നത്, കണ്ണ് ഒരിക്കലും കളവ് അറിയില്ല എന്നാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ആക്ടിങ് കണ്ണ് വെച്ചിട്ട് അക്ഷയ് ഖന്ന ഇതിൽ ചെയ്യുന്നുണ്ട്, ഈ ഗംഭീര ആക്ടിങ്. വിക്കി കൗശലിന്റെ ഒപ്പത്തിനൊപ്പം നമുക്ക് വരാൻ പറ്റും അമ്മാതിരി ആക്ടിങ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മളെ ഒരു ഹാർട്ട് ബീറ്റ് ഇങ്ങനെ നെഞ്ഞിരിപ്പ് ഇങ്ങനെ കൂടിങ്ങനെ എന്തിനാണെന്ന് അറിയില്ല, സിനിമ കഴിഞ്ഞ് എന്തിനാണ് അറിയില്ല. അങ്ങനത്തെ ഒരു പടം, അങ്ങനെ ഒരു ഗംഭീര ഒരു ഹിസ്റ്റോറിക്കൽ മൂവി. ഈ ചരിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്ര പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പടം, മനസ്സിലായില്ല. അതല്ലാതെ ഇത് കുറെ ആകാശത്തേക്ക് പോലെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ പറയും ഹിസ്റ്റോറിക്കൽ മൂവി ഞാൻ പറയുന്നില്ല, ഇതാണ് ഹിസ്റ്റോറിക്കൽ മൂവി, മനസ്സിലായില്ലേ. ഞാൻ ഇങ്ങനത്തെ സാധനം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, അത്ര അധികം ഗംഭീര പടം. പിന്നെ ഹിസ്റ്ററി മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാറ്റഗറി ആയതുകൊണ്ട് എനിക്കിതിൽ ലാഗ് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ഹിസ്റ്ററി മൂവിനോട് അങ്ങനെ വലിയ താല്പര്യം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗ് ചില സമയത്ത് തോന്നിയേക്കാം, മനസ്സിലായില്ല. പക്ഷെ കഥന്റെ പുറത്തേക്ക് പോയിട്ടുള്ള ഒരു ലാഗ് ഈ സിനിമയിൽ നിങ്ങൾക്ക് ആർക്കും അനുഭവപ്പെടില്ല. കറക്റ്റ് എന്താണോ വേണ്ടത് അത് മാത്രമേ സിനിമയിൽ കാണിക്കുന്നുള്ളൂ, മനസ്സിലായില്ല. ഇൻക്ലൂഡിങ് വിക്കി കൗശലും രശ്മിക്കും തമ്മിലുള്ള കെമിസ്ട്രി ഒന്നും ഒരു ബോറും ഇല്ല, പക്ക. ഇത് ഇങ്ങനെയാണ് സിനിമ ഓടിക്കേണ്ടി, മനസ്സിലായില്ല. അതിന് നടന്മാരെ ശമ്പളം കൂട്ടി എന്ന് പറഞ്ഞാൽ നടക്കല്ലേ, എങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ വരിക, മറ്റേ നടന്മാര് നിർമ്മിക്കുന്നതിന് പ്രശ്നം, അതൊക്കെ ഇവിടെ കഥ പ്രശ്നം, അവിടെ പിന്നെ ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരും, മനസ്സിലായില്ല. ഇത് എന്തായാലും ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഗംഭീര പടം തന്നെയാണ്. ഇന്ത്യയിൽ ഇതുവരെ വന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഹിസ്റ്റോറിക്കൽ മൂവിയാണ് ചാവ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും സംഭവിച്ചിട്ടില്ല, അതായത് അങ്ങനെ തന്നെയാണ് ഈ പടം. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്. ഈ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഞാൻ കണ്ണിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഫീലും, അതായത് ഞാൻ ഇവിടെ തൃശ്ശൂർ ശോഭാ സിറ്റിയിൽ പോയിട്ടാണ് ഞാൻ പടം കണ്ടത്. ഇവിടെ അടുത്തൊന്നും റിലീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മലപ്പുറംകാരനാണ്, ഞാൻ 60 കിലോമീറ്ററുള്ള യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ മാളിൽ പോയിട്ട് നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, മാളിൽ തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോൾ കയ്യടി അതൊന്നും ഉണ്ടാവില്ല, അത് ഇങ്ങനെ എല്ലാവരും ചത്തമാരിയിരിക്കും. പക്ഷെ ഇവിടെ തിയേറ്ററിൽ കത്തി കയറി തന്താര് വരെ കയ്യടിച്ച് ഈ സിനിമക്ക്. അതിൽ ഒരു സീറ്റ് അപ്പുറത്ത് ഇരുന്ന ഒരാൾക്ക് വിക്കി കൗശലിന് വലിയ പരിചയമില്ല. അപ്പൊ മുപ്പരാളെ പേരക്കുട്ടിയോ അവരെ മോനോ ആരും ഉണ്ട് എടുത്ത്. അപ്പൊ സിനിമ കഴിഞ്ഞപ്പോ ആ ആള് തൊട്ടടുത്ത് ഇരുന്നോണ്ടാണ് ഞാൻ ചോട് കൊടുത്തല്ല, ഞാൻ ഇപ്പൊ പ്രൈവസിക്ക് വന്നല്ലേ, അത് നമ്മളിങ്ങനെ ചെവി അടച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ, ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കല്ലോ, അത് ഞാൻ പറയുന്നു. അപ്പൊ ആ ആള് ചോദിക്കുന്നത് ആരാണ്ടത്, ഇത് ഏതറി നടനെന്നാണ് ചോദിക്കുന്നത്. അറിയാത്ത വിക്കി കൗശലിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളെ വരെ വിസ്മയിപ്പിച്ച് വിക്കി കൗശൽ. അങ്ങനത്തെ പെർഫോമൻസ്, ഇതിന് കൈയടിക്കാൻ പറ്റിയ ഇഷ്ടം പോലെ ഡയലോഗുകളും ഇഷ്ടം പോലത്തെ സീൻസ് ഉണ്ട്. ഒരു ബോറടി ഇല്ലാതെ ഞാൻ കണ്ട് 100% സാറ്റിസ്ഫൈഡ് ഇറങ്ങി വന്ന ഒരു അതിഗംഭീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ ഇന്ത്യൻ മൂവി. ഇന്ത്യൻ എല്ലാ മൂവീസിലല്ല പറഞ്ഞു, ഇന്ത്യൻ മൂവീസിൽ ഇറങ്ങിയ ഹിസ്റ്റോറിക്കൽ മൂവീസ് ഉണ്ടല്ലോ, അതിൽ പ്രോബബ്ലി ദി ബെസ്റ്റിന് അവകാശം പെടാൻ പറ്റിയ ടു ഗുഡ് മൂവിയാണ് ചാവ എന്ന് പറയുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.